വൈകല്യം ഇനി പഠനത്തിന് തടസ്സമാവില്ല. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യവുമായി ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള യുനെസ്കോയുടെ ചെയർ ഓൺ അസിസ്റ്റീവ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷനുമായി അമൃത സർവകലാശാല ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. 3 യുനെസ്കോ ചെയറുകൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയായി ഇതോടെ അമൃത സർവകലാശാല മാറി. വൈകല്യമുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളും സാധ്യതകളും വർദ്ധിപ്പിക്കുന്നതിനായി ഗവേഷണങ്ങളും പരിശീലനങ്ങളും നടപ്പിലാക്കുക എന്നതാണ് യുനെസ്കോ ചെയർ ഓൺ അസിസ്റ്റീവ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇതിനായി അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ ചെയറിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. യുനെസ്കോ ഡയറക്ടർ ജനറൽ ഓഡ്രി അസുലെ, അമൃത വിശ്വവിദ്യാപീഠം വൈസ് ചാൻസലർ ഡോക്ടർ പി വെങ്കട്ടരംഗൻ എന്നിവർ ചേർന്നാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. 2029 ജൂൺ വരെയാണ് ചെയറിന്റെ പ്രവർത്തന കാലാവധി. അമൃത സർവകലാശാല സ്കൂൾ ഓഫ് ബിസിനസ് വിഭാഗം ഡീൻ ഡോക്ടർ രഘുരാമൻ, സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിംഗ് വിഭാഗം അസോസിയേറ്റ് ഡീൻ ഡോക്ടർ പ്രേമ നെടുങ്ങാടി എന്നിവർ അധ്യക്ഷസ്ഥാനം വഹിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി ചാറ്റ്ബോട്ടുകൾ, ആംഗ്യഭാഷ, വീഡിയോ തിരിച്ചറിയൽ സംവിധാനങ്ങൾ, ഓഡിയോ വിവരണ ഉപകരണങ്ങൾ എന്നിവ വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകും. കൂടാതെ അക്കാദമിക് പരിശീലനങ്ങളിലൂടെയും അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും കപ്പാസിറ്റി ബിൽഡിംഗിനും ശ്രദ്ധ നൽകും. ഗവേണൻസ് സേവനങ്ങൾക്കായി സൈൻ ലാംഗ്വേജ് സംയോജിപ്പിച്ച ആക്സസിബിലിറ്റി ഇന്റർഫേസ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചു വരികയാണെന്നും പ്രാരംഭ പതിപ്പ് ഇതിനകം കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും നാഷണൽ ഗവേണൻസ് ഡിവിഷനും വികസിപ്പിച്ച ഉമാങ് പ്ലാറ്റ്ഫോമിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ജനം.